ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമാണ്, അതുപോലെ തന്നെ പൗർണമിയാണ്. ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസവും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് കേട്ടോ നമ്മൾ തൃക്കാർത്തികയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ കാർത്തിക വിളക്കിന് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ദിവസം കേട്ടോ. സാധാരണ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടാവാൻ സാധിക്കാറില്ല. പ്രോഗ്രാം ഡേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർത്തിക വിളക്ക് കത്തിക്കാൻ പറ്റാറില്ല. പക്ഷേ 2-3 വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് ആ ദിവസം നമ്മൾ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാർത്തിക വിളക്കൊക്കെ കത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ ആദിപരാശക്തിയായ പാർവതി ദേവി കാർത്തിയായനി ദേവിയുടെ രൂപത്തിൽ മാറുന്ന ദിവസമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ കാർത്തിക ദേവിയുടെ പിറന്നാളെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെ പാലക്കാട് ജില്ലയിലെ തിരുവാലത്തൂർ അമ്പലമാണ് ഈ തൃക്കാർത്തികയ്ക്ക് ഏറ്റവും പേര് കേട്ടത്. അത് നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ അവിടെ ഇങ്ങനെ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പോയിട്ടില്ല. ഇന്ന് നമ്മൾ കാർത്തിക വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടാടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ത്രിസന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെച്ച് അവിടെ നിന്നുള്ള ആ തിരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വിളക്കുകളിലേക്കൊക്കെ തിരി കൊളുത്തുക. അതുപോലെ തന്നെ നേദ്യത്തിനായിട്ട് നമ്മൾ കരിക്ക് അല്ലെങ്കിൽ ഇതേപോലെ പുഴുക്കുകൾ, ചേമ്പ്, അങ്ങനെയുള്ള പുഴുക്കുകൾ അതൊക്കെയാണ് കേട്ടോ ഇതിന് മെയിനായിട്ട് വയ്ക്കുന്നത്. ഈ കാണുന്ന വിളക്കുകൾ ഞാൻ കഴിഞ്ഞ ദീപാവലി സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. അതിൽ നിറയെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അത് തന്നെ നമുക്ക് തിരിവെച്ച് കത്തിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഹോളി അല്ലെങ്കിൽ ദീപാവലി ഇതൊക്കെ വരാൻ നേരത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം. അതായത് ഭംഗിക്ക് നമ്മൾ ദീപാലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ ചിരാതുകളാണ് കേട്ടോ. ആ ചിരാതിലാണ് തിരിയിട്ട് വിളക്ക് കത്തിച്ചത്. ഏകദേശം മുറ്റത്ത് എല്ലായിടത്തും തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നിറയെ അത്യാവശ്യം വിളക്കുകളെല്ലാം വെക്കാൻ പറ്റി. പിന്നെ ചേട്ടനും ഞാനും വാവാച്ചിയും കൂടിയിട്ട് വൈകുന്നേരം തന്നെ ഇതെല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് ഉരുക്കി പെട്ടെന്ന് എടുത്തു കഴിയുമ്പോൾ സമയം വൈകി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറ്റത്തും എല്ലായിടത്തും ഈ വിളക്കുകളെല്ലാം കൊളുത്തി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഏകദേശം നെയ്ബേഴ്സും എല്ലാവരും തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത അമ്പലത്തിൽ പാട്ട് വെച്ചിരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും. തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ പ്രത്യേക സ്പെഷ്യൽ സോങ്ങുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. തൃക്കുളം ശിവക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് അവിടുത്തെ പാട്ടും എല്ലാം നമുക്ക് ഈ സന്ധ്യാസമയത്തും വെളുപ്പിന് അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും 8:30-9 മണി ആയപ്പോൾ തന്നെ വിളക്കുകളെല്ലാം തനിയെ കെടാൻ തുടങ്ങി. തനിയെ കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളക്കുകളെല്ലാം എടുത്തു വയ്ക്കുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് അത് അണക്കില്ല കേട്ടോ. അങ്ങനെയാണ് കാർത്തിക ദീപത്തിലുള്ള പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാർത്തിക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.